മൈദപ്പൊടിയും സോഡാപ്പൊടിയും ചേർക്കാത്ത ഉണ്ണിയപ്പമാണ് ഞാനിവിടെ കാണിക്കുന്നത്. 250 ml 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ. 4 മണിക്കൂർ നമുക്ക് കുതിർത്തി വെക്കാം. ഞാൻ കുതിർത്തി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പോയി നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കാം. 3 പ്രാവശ്യമായിട്ടാണ് ഞാനിത് അടിച്ചെടുത്തത്. ഇത്തിരി തരി വേണം കേട്ടോ ഇത് പൊടിക്കുമ്പോൾ. ഇത്തിരി ജീരകവും 2-3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ചെറുപഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ച് വെക്കാം. ഇരുന്നൂറ്റമ്പതിന് 2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. പോരാൻ തോന്നിയപ്പോൾ ഒരു കാക്കപ്പം കൂടിയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്കിത് ഉരുക്കാൻ വെക്കാം. ഉരുക്കി കഴിഞ്ഞ് നമുക്ക് ഈ പൊടിയിലോട്ട് ഈ പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഈ അടിച്ച് വെച്ച പഴവും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് എള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വാരി അരിപ്പയിൽ ഇട്ട് വെച്ചേക്കാം. അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ തേങ്ങ കൊത്തിടണ്ടേ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറാണ് വരെ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചട്ടി വെക്കാം. ചട്ടി ചൂടായി ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്ലാസ്സിൽ കോരി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിക്കാൻ സുഖവും. ഇനി നമുക്ക് ഓരോ കുഴിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇത് ഓരോന്നെ എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിനി എടുക്കാം. ഇത് മൊരിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്.